ISL തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഇപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ശരിക്കും സംഭവം, ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പല രീതിയിൽ ചർച്ച ചെയ്തു, പല ആളുകളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ കൺക്ലൂഷൻ, പിന്നെ നമ്മൾ ചകഞ്ഞെടുത്ത കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അപ്പോ ഞാൻ എന്റെ ആദ്യ വീഡിയോകളിൽ, അതായത് ISL ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, സോ നമ്മളൊരു കപ്പോ അല്ലെങ്കിൽ ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ വലിയൊരു ടേബിളിലൊരു മോശമില്ലാത്ത ഒരു പൊസിഷൻ പോലും നമ്മൾ ആഗ്രഹിക്കേണ്ട, റെലഗേറ്റ് ആവാതെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ സീസണിൽ. അപ്പോ ഏകദേശം ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇപ്പോ കഴിഞ്ഞ ദിവസം മഞ്ചപ്പടയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ്, അതായത് മാനേജ്മെന്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ആ മീറ്റിംഗിൽ നിന്നും വന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, സോ ഞാനിതൊരാൾ വഴി അറിഞ്ഞതാണ്, അപ്പോ ഒരു ടോക്കിന്റെ ഇടയിൽ അറിഞ്ഞ കാര്യമാണ്. സോ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഇത്തവണ മറ്റൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മാനേജ്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് റെലഗേറ്റ് ആവാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മുടെ ഈ സെയിം സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ക്ലബ്ബുകളുണ്ട്. സോ അതില് ഏറെക്കുറെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ക്ലബ്ബുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഒഡീഷയാണ്, മറ്റൊന്ന് മുഹമ്മദിൻസ് ആണ്, പിന്നൊന്ന് ഡൽഹിയാണ്. അപ്പൊ ഈ 3 ടീമുകളുണ്ട്. സോ അവരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് പോയിന്റ് എടുക്കാൻ പറ്റും. നമുക്ക് റെലഗേറ്റ് ആവാതെ ഇരിക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു പ്ലാനിലാണ് മാനേജ്മെന്റ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ നമുക്കറിയാം, പ്രൊട്ടസ്റ്റുകൾ നമ്മൾ ഇപ്പോ മാനേജ്മെന്റിനെതിരെയും അല്ലെങ്കിൽ നമ്മുടെ ടീമിനെതിരെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ശരിക്കും പ്രൊട്ടസ്റ്റ് നമ്മൾ നടത്തേണ്ട ഏരിയ നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിപ്പോ ഏത് ഫാൻസ് വിങ് ആയാലും ആരായാലും മറന്നുപോയിരിക്കുന്നു എന്നത് ഏറ്റവും വലിയൊരു സത്യമാണ്. കാരണം ISL തുടങ്ങിയപ്പോഴത്തേക്ക് AIFF-നെ നമ്മളങ്ങ് മറന്നു. മഞ്ഞപ്പടയുടെ പ്രതിഷേധം പോലും സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന ഒരു ബാനറിൽ തീർന്നു, അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാല് AIFF-ന്റെ പിടിപ്പുകേട് കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ISL ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും മറ്റു ടീമുകളാണെങ്കിലും ഒക്കെ നമ്മുടെ ISL ഉണ്ടായിരുന്ന പല ഫോറിൻ പ്ലേയേഴ്സും ഇന്ന് ISL കളിക്കുന്നില്ല. അതുകൂടി ആലോചിക്കണം. അപ്പൊ ഇതിന്റെ എല്ലാം കാരണം നമ്മുടെ അഡ്രിയാൻ ലൂണ മാത്രമല്ല, ഓരോ ക്ലബ്ബുകൾക്കും അവരവരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പല പ്ലേയേഴ്സും ഇന്ന് കളിക്കുന്നില്ല പല ക്ലബ്ബിലും, ഫോറിൻ പ്ലേയേഴ്സ്. ഇതിന്റെ എല്ലാം മൂല കാരണം AIFF തന്നെയാണ്. അപ്പം AIFF-ന്റെ ഈ പിടിപ്പുകേട് നമ്മൾ മറന്നിരിക്കുന്നു, നമ്മൾ അതിനായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളിപ്പോ ടീമിന്റെയും മാനേജ്മെന്റിന്റെയും പുറകെ പോയിരിക്കുന്നു. അപ്പോൾ ഈ AIFF-ന്റെ ഈ പിടിപ്പുകേട് കാരണമുണ്ടായ പ്രശ്നങ്ങൾ, അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നഷ്ടമില്ലാതെ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ്. ബിസിനസ് മാത്രം അവർ ചിന്തിക്കുന്നു. പിന്നെ അതിന്റെ ഇടയിലൂടെ ഈ AIFF-ന്റെ ഈ ഒരു പിടിപ്പുകേട് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നമ്മൾ അതിനെതിരെയാണ് കൂടുതലായി പ്രതിഷേധിക്കുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട്. അസർ ഐമൻ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ്സ് ആണ്. അവര് നമ്മുടെ അക്കാഡമിയിലൂടെ വളർന്നു വന്ന നമ്മുടെ അസറ്റ് ആണ് അവര്. സോ അവരെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് വിറ്റത് ഒട്ടും ശരിയായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെയുള്ള പല പൊട്ടത്തരങ്ങൾ നമ്മുടെ മാനേജ്മെന്റ് കാണിച്ചു എന്നുള്ളതും സത്യമാണ്. അപ്പോ ഇവിടെ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോ മാനേജ്മെന്റ് ഔട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇറങ്ങിപ്പോകും. ഞാനും എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മാനേജ്മെന്റ് ഔട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പുതിയൊരു മാനേജ്മെന്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയൊരു ടീം ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ തയ്യാറാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. സോ എന്റെ അറിവിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വന്നാൽ തന്നെ ഇവർ കൊടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർക്ക് നല്ല ലാഭം ഉള്ളത് കൊണ്ടും പിന്നെ കച്ചവടമൊക്കെ കുറെ ഉള്ളത് കൊണ്ട് ഇവര് കൊടുക്കാനും സാധ്യതയില്ല. അപ്പോൾ ശരിക്കും ഇവിടെ മാറേണ്ടത് ഓണർ ആണോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. ഇപ്പോ നമ്മൾ മാനേജ്മെന്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പല പോസ്റ്ററുകളും അല്ലെങ്കിൽ പല AI ജനറേറ്റഡ് ഫോട്ടോസും ഒക്കെ വരുമ്പോൾ അതിനകത്ത് നമ്മുടെ CEO അഭിക് ചാറ്റർജി ഉണ്ട്, അതേപോലെ നമ്മുടെ ഓണർ ആയിട്ടുള്ള നിഖിലുണ്ട്, അതേപോലെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കാരോളിന സ്കിന്നിസും ഉണ്ട്. ഈ 3 പേരെ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതായത് നമ്മുടെ CEO ചാറ്റർജി ആണ് ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഈ മാസ്റ്റർ ബ്രെയിനിങ് ആണ് പുള്ളിയുടെതെങ്കിൽ പോകേണ്ടത് പുള്ളിയാണ്, പറഞ്ഞു വിടേണ്ടത് പുള്ളിനെയാണ്. നല്ല ഒരു CEO-നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അഭിക് ചാറ്റർജിയോട് പുറത്തേക്ക് പോകാൻ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ കരോളിനസ് കിങ്സിനെ പറ്റിയിട്ട് എനിക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് ഉള്ളത്. സോ എനിക്ക് തോന്നുന്നില്ല ഈ സെയിലിംഗ് ഒക്കെ ചെയ്യുന്നത് പുള്ളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പുള്ളി ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറാണ്, പല പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ്. അപ്പോ ആള് സ്പോട്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലേയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു ഇയർ വിടൂ, അതിന് മുമ്പുള്ള ഇയറൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോ ഒരു എൽക്കോയുടെ സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൽക്കോയ്ക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന സീസണിൽ നോർത്ത് ഈസ്റ്റിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടായിരുന്ന ബർത്തലോമിയോ ഒബ്ബച്ചനെ ആള് കൊണ്ടുവന്നു. ജംഷഡ്പൂർ എഫ്സിയുടെ തന്നെ ഏറ്റവും കോറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സിഡോഞ്ച, അതേപോലെ മരിയോ ആർക്കസിനെ ആള് കൊണ്ടുവരുന്നു. എന്തിന് നോർത്ത് ഈസ്റ്റിന്റെ തന്നെ മാനേജറായിട്ടിരുന്ന ഏറ്റവും നല്ലൊരു മാനേജറായിരുന്ന എൽക്കോ ഷെട്ടോരിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോ പുള്ളി അന്ന് മുതൽക്കേ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നീട് അടുത്ത കിബുവിന്റെ സമയത്ത് നോക്കുമ്പോൾ കിബു അന്ന് ഐ ലീഗ്, അതായത് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഐ ലീഗിൽ മോഹൻ ബഗാന്റെ മാനേജർ ആയിരുന്ന മോഹൻ ബഗാനെ ആള് ഐ ലീഗ് ചാമ്പ്യൻസ് ആക്കിയതിനു ശേഷം അവിടുന്ന് ഡയറക്റ്റ് കിബുവിനെ നമ്മൾ സൈൻ ചെയ്യുകയായിരുന്നു. പിന്നെ നോർവിച്ച് സിറ്റിയുടെ ലെജൻഡ് ആയിട്ടുള്ള ഗാരി ഹൂപ്പർ വരുന്നു. അങ്ങനെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്പോർട്ടിംഗ് ഒക്കെ പുള്ളി നടത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സീസണിലാണ് നമ്മുടെ ലൂണ എത്തുന്നത്, ഡയസ് എത്തുന്നത്, അതേപോലെ വാസ്കസ് എത്തുന്നത്, ലെസ്കോവിച്ച് എത്തുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീസണിൽ ഇവാൻ കല്യൂഷിനെ എത്തുന്നു, ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് എത്തുന്നു, അപ്പോസ്തലോസ് ജിയാനു എത്തുന്നു. അങ്ങനെ വേണ്ട, പുള്ളി അങ്ങനെ സൈനിങ്ങിന്റെ കാര്യത്തിലൊക്കെ പുള്ളി അത്യാവശ്യം പണി എടുത്തിട്ടുണ്ട് കരോളിനസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീസൺ വന്നപ്പോഴത്തേക്ക് നോവനെ സൈൻ ചെയ്യുന്നു, പിന്നെ പെപ്രനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മികച്ച സൈനിങ്സ്. ഫെഡോർ, നമുക്ക് ലൂണയ്ക്ക് വലിയൊരു പരിക്ക് പറ്റി പോയപ്പോഴത്തേക്ക്, അപ്പം ആ ഒരു ലെവലിലുള്ള ഒരു സാധനത്തിനെ കൂടെ ആ സ്പോട്ടിൽ ആ സമയത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഫെഡോറിനെ കൊണ്ടുവരുന്നു. അപ്പം കരോളിനസ് പണിയറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ പുള്ളിയെ പണിയെടുപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് കാരണം പുള്ളിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ പുള്ളി കുഴപ്പമില്ലാത്തൊരു വ്യക്തിത്വമാണ് എന്നെനിക്ക് എന്റെ ഒരു വീക്ഷണമാണ് കേട്ടോ. ഞാൻ ഇത്രയും നാള് ISL കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ ശരിക്കും പോവേണ്ടത് CEO ആണ്. നമുക്കൊരു ഓണറെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ, ടീം ഓണർ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു ഓണർ എത്തണം. മറ്റൊരു ഓണർ ഇല്ലാത്ത പക്ഷം ക്ലബ് അടച്ചുപൂട്ടുന്നു എന്നുള്ളതാണ് അവിടേക്ക് വരാൻ പോകുന്ന കാര്യം. അപ്പോൾ ഓണർ നമുക്ക് വേണം, എന്തായാലും പൈസ മുടക്കാൻ ആള് വേണം, ക്യാഷ് ഉള്ള ഒരാൾ വേണം. നമുക്ക് ഇതിനെ പ്ലാൻ ചെയ്യുന്ന ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് CEO ആണ്. അപ്പൊ CEOനെയാണ് ശരിക്കും മാറ്റേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസിന് താഴെ ഒരുപാട് പലതരത്തിലുള്ള കമന്റ്സ് വരുന്നുണ്ട്. നമ്മള് ടീമിനെ പറ്റിയിട്ട് ഞാനും ടീമിന്റെ പെർഫോമൻസ് ബേസ് ഒക്കെ പറയാറുണ്ട്. കാര്യം ശരിയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ടീമിനെ അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തത് ടീം നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെന്നൈ FC ആയിട്ട് കളിച്ചതിന് മുമ്പുണ്ടായിരുന്ന 3 മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ബെറ്റർ പ്ലേ ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ അതിലും വന്ന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, ടീം ഓക്കെ അല്ല, അങ്ങനെയല്ല. ടീം ഓക്കെ അല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം 10-50 കോടിക്ക് മുകളിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ടീം 17 കോടിയിലേക്ക് ചുരുങ്ങുമ്പോൾ ഏത് തരത്തിലായിരിക്കും നമ്മുടെ പ്ലേയേഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അതായത് അപ്പോ ക്വാളിറ്റി വൈസ് ആയാലും ഒക്കെ നമ്മുടെ മൊത്തത്തിൽ കാറ്റലൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ മാനത്തും നോക്കി കണ്ണും മേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പുള്ളിയൊക്കെ ഉള്ളത്. അപ്പോ പുള്ളിനെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആക്ച്വലി എല്ലാ ടീമുകൾക്കും ഒരു അൽഗോരിതം ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും ഓരോ ടീമും വർക്ക് ചെയ്യുക. പക്ഷെ ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ അൽഗോരിതം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ചില ആളുകളുടെ കമന്റ് വരുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവരിങ്ങനെ കളിക്കുന്നത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മാനേജ്മെന്റ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ എന്തായാലും കഴിയില്ല. ഇത് നമ്മുടെ ടീമാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയും. നമുക്കൊരിക്കലും ടീമിനെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. സോ അതൊരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഒരു ഫുട്ബോൾ ഫാനിന് ചേർന്നിട്ടുള്ളൊരു കാര്യമല്ല. ഒരു ഫുട്ബോൾ ഫാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോയൽ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ പുറത്തൊക്കെയുള്ള പല ലീഗുകൾ എടുത്ത് നോക്കിയാലും നമുക്കറിയാം, വർഷങ്ങളായിട്ട് ചാമ്പ്യൻസ് ആവാത്ത എത്രയോ ക്ലബ്ബുകളുണ്ട്. ഇപ്പൊ നമ്മൾ 12 വർഷമായിട്ടുള്ളൂ, 100 വർഷമായിട്ട് 150 വർഷമായിട്ട് ചാമ്പ്യൻസ് ആവാത്ത ക്ലബ്ബുകൾ വരെയുണ്ട്. അപ്പോ അവരുടെയൊക്കെ ഫാൻസ് ഇപ്പോഴും നിലകൊള്ളുന്നില്ലേ? അവർ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നില്ലേ? അവര് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നില്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം 100 വർഷമായിട്ട് ചാമ്പ്യൻസ് ആവാത്ത ക്ലബ്ബ്, അല്ലെങ്കിൽ 150 വർഷമായിട്ട് ചാമ്പ്യൻസ് ആവാത്ത ക്ലബ്ബ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ എത്രയോ ആരാധകര് അവരുടെ ക്ലബ്ബ് ഒരു കിരീടം ഉയർത്തി കാണാതെ മരിച്ചു ഉള്ളവരുണ്ടാവാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഫുട്ബോൾ ഫാനിസം എന്ന് പറയുന്നത് അമ്മാതിരി ഒരു ലോയൽ പരിപാടിയാണ്. നമ്മൾ ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, നമുക്കെപ്പോഴും
ഇങ്ങനെ ജില്ലെന്ന് നിൽക്കണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വിന്നിങ് വേണം, നമ്മളെപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. ഇപ്പോ ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഒട്ടും കൊള്ളില്ല. പക്ഷെ അവനെങ്ങാനും നല്ല വൃത്തിക്ക് പെർഫോം ചെയ്താൽ പിന്നെ അവനെടുത്ത് തലയെ വെക്കും. അതാണ് ഇപ്പം ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ഒക്കെ മനസ്സിലാവാൻ രീതിക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഈ 20 വേൾഡ് കപ്പ് തന്നെ എടുക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തിലക് വർമ്മയെ പറ്റിയിട്ടും അതേപോലെ ഹാർദിക് പാണ്ഡ്യനെ പറ്റിയിട്ടും ഒക്കെ ഭയങ്കര പ്രൗഡായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നില്ല. കാരണം തിലക് വർമ്മ കഴിഞ്ഞ സെമിയിൽ വന്നിട്ട് പെട്ടെന്ന് ആ സ്പോട്ടിൽ വന്നിട്ട് കുറച്ച് സ്കോർ ചെയ്യുന്നു, ഹാർദിക്ക് കളിക്കുന്നു. പക്ഷെ ഇന്നലെ ഹാർദിക്ക് നേരത്തെ വന്നിട്ട് കളിച്ചില്ല, ഹാർദിക്കിനെ കുറ്റം പറഞ്ഞു. തിലക് വർമ്മ ഇന്നലെ വന്നിട്ട് 6 ബോൾ മാത്രമേ കളിച്ചുള്ളൂ, 6 ബോളിൽ 8 റണ്ണേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഡൂബെ വന്നിട്ട് ഈ സെയിം 6 ബോളിൽ ബൗണ്ടറീസ് സ്കോർ ചെയ്ത് 10 റൺ എന്തോ അടിച്ചു. അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഡൂബെ വന്നാൽ മതിയായിരുന്നു, ഡൂബെ തിലകിനെയൊക്കെ എന്തിനു ഇറക്കിയതാ, തിലക് എന്തിനു വന്നതാ, മനസ്സിലായി? അപ്പം ഇതാണ്. അപ്പൊ നമ്മള് അതെന്താ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ജയിക്കുന്നവനെയും അല്ലെ പെർഫോം ചെയ്യുന്നവനെയും മാത്രം അംഗീകരിക്കുന്ന ഒരു പരിപാടിയാണ് കൂടുതലുള്ളത്. ഇപ്പൊ ഈ സഞ്ജു സാംസണെ പോലും നമ്മൾ മലയാളികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യം ശരിയാ. എന്നാൽ അതേപോലെ തന്നെ സഞ്ജു കളിക്കുന്നില്ല, സഞ്ജുവിന് അവസരങ്ങൾ മുതലാക്കുന്നില്ല സഞ്ജു എന്ന് പറയുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പൊ സഞ്ജു ഫാൻസ് കേട്ടോ. കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് അവരൊക്കെ ഇപ്പൊ സഞ്ജു ഫാൻസാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് എടുത്താലും ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയുകയും അല്ലെങ്കിൽ ഇവന്മാരെന്താ കളിക്കുക, ഇവന്മാരൊക്കെ ഇതാണ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു സാധനമുണ്ട്. ആദ്യത്തെ സീസൺ അടിപൊളിയായിരുന്നു, കാരണം ഫൈനൽ കളിച്ചായിരുന്നു കേട്ടോ. 2016 സീസൺ അടിപൊളിയായിരുന്നു ടീം, കാരണം അന്നും ഫൈനൽ കളിച്ചായിരുന്നു. 2020 ആയപ്പോഴത്തേക്കും ഫൈനലിന് തൊട്ട് മുമ്പ് വരെ ടീം അടിപൊളിയായിരുന്നു. ഫൈനലിൽ കോഴ മേടിച്ചെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ. അവർ പെനാൽറ്റി അറിഞ്ഞുകൊണ്ട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ ടീമുകളുണ്ട്. അപ്പോൾ ഇപ്പം ടോട്ടലി നമ്മൾ ഫൈനലൊന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കളിക്കാത്തത് കൊണ്ട് ഇപ്പൊ ടോട്ടലി ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടമല്ല ആർക്കും. പക്ഷെ ഇനി ഇഷ്ടം വരും, എപ്പോഴെങ്കിലും ടീം ബെറ്റർ ആവുകയാണെങ്കിൽ വീണ്ടും ഇഷ്ടം കൂടുതലാക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കൺക്ലൂഷൻ ഇതാണ്, മാനേജ്മെന്റ് ഈ പ്രാവശ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഫണ്ട് ഇഷ്യൂ തന്നെ ആവാം, എങ്ങനെയെങ്കിലും റെലഗേറ്റ് ആവാതെ നോക്കുക, അല്ലാതെ ടൈറ്റിലോ അല്ലെങ്കിൽ കപ്പോ ഒന്നും ഇവിടെ അവർ മോഹിക്കുന്നേ ഇല്ല. അവർക്കൊരു 3-4 വിൻസ് മാത്രം, കുറച്ച് പോയിന്റ്, റെലഗേറ്റ് ആവാതിരിക്കാനുള്ള പോയിന്റ് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ കിടന്ന് ഇവിടെ തൊള്ള കീറിയിട്ടോ പ്രതിഷേധിച്ചിട്ടോ കാര്യമില്ല എന്നുള്ള കാര്യം ഇതിലൂടെ തന്നെ വ്യക്തമാണ്. അവരുടെ പ്ലാൻ ഇതാണ്, അവരുടെ ഈ വർഷത്തെ പ്രോജക്റ്റ് ഇതാണ്, റെലഗേറ്റ് ആവാതെ നോക്കുക. അത് മാത്രമാണ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നേക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവിടെ നടക്കുന്നു. അപ്പൊ അവര് പിന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആരോടൊക്കെ ജയിക്കാൻ കഴിയും, അവരുമായിട്ടൊക്കെ ജയിച്ച് കുറച്ച് പോയിന്റ് എടുത്ത് റെലഗേറ്റ് ആവാതെ നോക്കുക. ഇനി ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് അടുത്ത സീസണിൽ നോക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് മാനേജ്മെന്റ് ശരിക്കും ഉള്ളത്. സോ എന്തായാലും കാരണം AIFF ആണ് എല്ലാത്തിനും. പക്ഷെ നമ്മളത് മറന്നിരിക്കുന്നു, ഓരോ ആളുകളും മറന്നിരിക്കുന്നു. നമ്മളതൊരിക്കലും മറക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ മെൻസ് ടീം ഇന്ന് നിൽക്കുന്ന റാങ്ക് അത് എത്രയാണെന്ന് ഒന്ന് ഗൂഗിൾ എങ്കിലും ചെയ്ത് നോക്കിയാൽ നമ്മൾ അവരോടുള്ള പ്രതിഷേധം ഒരിക്കലും മറക്കില്ല. താങ്ക് യു.